ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോറി, ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ആദ്യത്തെ ഒരു ചാനലാണ്. ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഈ ചാനലിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ സെമി ഫൈനൽ നെതർലാൻഡ്സ് വേഴ്സസ് ഇംഗ്ലണ്ട് അങ്ങനെ രണ്ടാം തവണയും ഫൈനലിലോട്ട് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 2020 പോലെ തന്നെ 2024 അവർ ഫൈനലിലേക്ക് എത്തുകയാണ്. പ്രാവശ്യം അവർക്ക് കപ്പടിക്കാൻ പറ്റുമോ നമുക്ക് കാണാം, ഞായറാഴ്ച അറിയാം. അങ്ങനെ ഇന്നലത്തെ കളി വെച്ച് പറയുകയാണെങ്കിൽ നല്ല കളിയായിരുന്നു. അറ്റാക്കിംഗ് മൈൻഡോട് കൂടി കളിച്ച ഇംഗ്ലണ്ട് ഒരു ഡിഫെൻസീവ് മൈൻഡോട് കൂടി കളിച്ച നെതർലാൻഡ്സ് തമ്മിലുള്ളൊരു കളിയായിട്ടാണ് ഫസ്റ്റ് ഹാഫിനെ എനിക്ക് തോന്നുന്നത്. ഇംഗ്ലണ്ട് കളിച്ച ഏറ്റവും നല്ല കളി ഇതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ പല കളിയിലും ഇതിന് മുമ്പത്തെ കണ്ടപ്പോഴത്തേനും എനിക്ക് തന്നെ ഒരു ഉറക്കം വരുന്ന ഒരു മൈൻഡോട് കൂടിയാണ് പല കളിയിലും കണ്ടത്. പക്ഷേ ഇന്നലത്തെ കളി വെച്ച് നോക്കുന്ന ഫസ്റ്റ് ഹാഫ് നല്ല സ്പീഡായിട്ട് അറ്റാക്ക് ചെയ്യുക, എങ്ങനെയെങ്കിലും ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഗോൾ നേടുക എന്നുള്ളൊരു മൈൻഡോട് കൂടി കളിക്കുകയും, പക്ഷേ അത് അവർക്കൊരു മിസ്റ്റേക്കായി വന്ന് നെതർലാൻഡ്സ് അതൊരു കൗണ്ടർ അറ്റാക്ക് വഴി ഒരു ഗോൾ നേടുകയും ചെയ്യുന്നു. നമ്മുടെ സാബിക് സിമൻസ് ഉടനെ തന്നെ ഇംഗ്ലണ്ടിനൊരു പെനാൽറ്റി നേടുകയും ചെയ്തു. അത് പെനാൽറ്റി അല്ലെന്ന് കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എല്ലാ കളിയിലും വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പെനാൽറ്റി തന്നെയാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഇംഗ്ലണ്ട് രണ്ടാമത്തെ തവണയും ഫൈനലിലോട്ട് പോകുന്നു. ഇനി നമുക്ക് നോക്കാം ആര് അടിക്കും കപ്പ്. സ്പെയിൻ വേഴ്സസ് ഇംഗ്ലണ്ടിന് ചാൻസ് ഉണ്ട്, ചാൻസ് ഇല്ലെന്നല്ല. പക്ഷേ കുറച്ചുകൂടെ ചാൻസ് പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ ഇത്രയും കളി വെച്ച് നോക്കുകയാണെങ്കിൽ സ്പെയിനാണ്. എങ്കിലും നമുക്ക് ഞായറാഴ്ച കാണാം. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട്